അമ്മേ ശരണം, ദേവീ ശരണം, കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാൻ ഗുരുവായൂരപ്പൻ്റെ നമുക്കുണ്ടാവുന്ന ഒരു അനുഗ്രഹത്തിനെ പറ്റിയിട്ട് നമുക്കൊരു ഷെയർ ചെയ്യണം തോന്നി. അത് ഒരു വല്ലാത്തൊരു സംഭവം തന്നെ, ഭഗവാന്റെ ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നത്, അമ്മ പ്രായമായി കഴിയുമ്പോൾ, അമ്മ നല്ല വയസ്സാവുമ്പോൾ അമ്മയുടെ ഒരാഗ്രഹം, പിന്നെ ഇപ്രാവശ്യത്തെ എൻ്റെ പിറന്നാളിന് അമ്മേൻ്റെത് എപ്പോഴും ഏകാദശിക്കാന്ന് വരൽ. അപ്പോൾ ഒരാഗ്രഹം പറഞ്ഞു, പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട, കേക്കും മുറിക്കണ്ട, പിന്നെ സദ്യ ഒന്നും ഉണ്ടാക്കണ്ട, എനിക്കൊന്നും എങ്ങനെയെങ്കിലും ഗുരുവായൂരപ്പനെ തൊഴുതാൽ മതി എന്നൊരാഗ്രഹം പറഞ്ഞു. നമ്മൾ വിചാരിച്ചൂടെ വയസ്സായി, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇവരെ യാത്ര ചെയ്ത് ബുദ്ധിമുട്ടിക്കണം എന്നെല്ലാം വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒറ്റയ്ക്ക് വേണ്ട, ഇനി അനിയത്തിയും കൂടി വന്നിട്ടാകുമ്പോൾ നമുക്ക് ഒന്നിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മെല്ലനെ ഒന്ന് പ്ലാൻ ചെയ്തു, എങ്ങനെയെങ്കിലും ഒന്ന് പോകാം. അങ്ങനെ ഞങ്ങൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളെല്ലാം നിർത്തിവെച്ച്, പിന്നെ ഏകാദശിക്ക് ഏതായാലും വേണ്ടാന്ന് വിചാരിച്ചു. പിറ്റേന്ന് ഞങ്ങൾ മെല്ലനെ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ട്രെയിനിൽ യാത്ര പുറപ്പെട്ടു. കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത്, അപ്പോൾ ഈ ദ്വാദശീൻ്റെ തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്, റൂം കിട്ടാൻ വശമായി, പല പ്രശ്നങ്ങൾ. അപ്പം പെട്ടെന്ന് ഒരുത്ത പറഞ്ഞ്, സീനിയർ സിറ്റിസൻ്റെ കയറ്റിക്കൂടെ, എന്നാൽ പിന്നെ ഇവരെ കൊണ്ട് അധികം ബുദ്ധിമുട്ടിക്കണം നിങ്ങൾ എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ അകത്തേക്ക് പോകും. അങ്ങനെ സീനിയർ സിറ്റിസൻ്റെ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഒരു പ്രദക്ഷിണം വെച്ച് അമ്മേനെ ഇങ്ങനെ വന്ന സമയത്ത് നല്ല തിരക്കാണ്. അയ്യപ്പൻ്റെ നടയിൽ പിന്നെ അമ്മേനെ നന്നായി തൊഴിപ്പിച്ച് ഞാൻ ആ വേദങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് അമ്മയോട് പറഞ്ഞു, ഇരിക്കും, നമുക്കൊന്ന് അന്വേഷിക്കാം എന്താ ഇവിടെ നടക്കുന്നതെന്ന്. അപ്പോൾ എന്താ വെച്ചാൽ സീനിയർ സിറ്റിസൻ്റെ ഒരു ക്യൂ ഒന്നും കാണുന്നില്ല. അപ്പോൾ അവിടെ വന്നവർ ഇത്ര പറഞ്ഞു, ഇന്ന് സീനിയർ സിറ്റിസൺ കഴിഞ്ഞുവല്ലോ നിങ്ങളെ സമയം, നിങ്ങളിത് വളരെ വൈകിപ്പോയല്ലോ എന്ന് പറഞ്ഞു. വേറെ ഒരു ഭക്തൻ പറഞ്ഞു, ഇല്ല ഇന്ന് നിങ്ങൾക്ക് സീനിയർ സിറ്റിസൺ അധിക സമയം ആക്കിയിട്ടുണ്ട്, അത് ക്യൂ ദേവീൻ്റെ നടയിൽ നിന്നാണെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു, ഭഗവാനെ, ഇനിയിപ്പോൾ ഇത്രയും ദൂരം ഞാൻ അമ്മേനെ ആദ്യം നടത്തിയിട്ട് ദേവീൻ്റെ നടയിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. ഒരു പ്രദക്ഷിണം ആദ്യം വെക്കണം, അല്ലെങ്കിൽ ഭഗവാന്റെ കൊടിമരത്തുനിന്ന് മുറിച്ച് അതുവഴി കടക്കുകയും വേണം. പോയവർക്കെല്ലാവർക്കും അറിയായിരിക്കും. ഇത് കാണുമ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ട്, ഇവരെന്താ ഇത്ര റിസ്ക് എടുക്കാൻ, സാധാരണക്കാരായ ആൾക്കാർക്ക് ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ, പിന്നെ 1000 ഉറുപ്പ്യൻ്റെ ടിക്കറ്റ് എടുത്ത് പോയിക്കൂടെ, പലരും ഇതെല്ലാം വിചാരിക്കുന്നുണ്ടാവും. അതല്ലല്ലോ അതിൻ്റെ ഒരു സാധാരണ. നമ്മൾ ഗുരുവായൂരപ്പനെ പോയ സമയത്തൊക്കെ സാധാരണ രീതിയിൽ തൊഴുതു വരുന്നതാണല്ലോ നമ്മളിത്. നമ്മൾ ഈ പൈസയും കാര്യങ്ങളൊക്കെ ഇന്നല്ലേ. ഇങ്ങനെ ഞാൻ എന്ത് പറയൂ അമ്മയോട് ഇനിയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മേൻ്റെ അടുക്ക ഇരുന്ന് അമ്മേനെക്കാട്ടും വയസ്സുള്ള ഒരു അമ്മ പറയുമെന്ന്, നമ്മൾ വിചാരിക്കുന്നതല്ലല്ലോ അവൻ വിചാരിക്കണ്ടേ, നമുക്കിന്ന് തൊഴണം കാണണം എന്ന് അവൻ വിചാരിക്കണ്ടേ. അമ്മ ആകെ ഒരു തരിപ്പിലിരിക്കുന്നു. അന്നേരം ഞാൻ മെല്ലനെ, ഇനി എങ്ങനെയാണ് ഭഗവാനെ അമ്മേനെ ഒന്ന് തൊഴിപ്പിക്കുക, മെല്ലനെ അവിടെ ഇരിക്കുന്ന. അപ്പോൾ ഓരോരുത്തർ പാസ്, ആ ഗ്രീൻ ഇതെടുത്തിട്ട് ഓരോരുത്തർ ഉള്ളിലേക്ക് കയറുന്ന ആ സെക്യൂരിറ്റീൻ്റെ അടുക്ക ഞാനൊരു എന്താ ഇനിയിപ്പം വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ചേട്ടാ, ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ക്യൂ ഒക്കെ മാറ്റിയാൽ ഈ വയസ്സായ കൂട്ടരെ കൊണ്ട് ഞാൻ എങ്ങനെയാണ് അമ്മേനെ തൊഴിപ്പിക്കുക. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം, ഈ സ്ഥലത്താണ് നമ്മൾ ആ സെക്യൂരിറ്റി ആയാലും ആരായാലും അവിടെ ഒരു ദയ കൃഷ്ണൻ്റെ രൂപത്തിലേക്ക് വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയ്ക്ക് പിന്നെ അമ്മക്ക് വയ്യാണ്ടുണ്ടോ? ആ ചേട്ടാ ഇപ്പോൾ ഒരു പ്രദക്ഷിണം വെക്കുമ്പം തന്നെ അവിടെ അവരെ ഇരുത്തിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ അവർക്കൊരു സംശയം, ഞങ്ങളെയൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഇത് അന്നേരം അവർ പറയുമ്പോൾ അവരുടെ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മളവർ സംശയത്തോടെ നോക്കുന്ന. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, ഞങ്ങളൊക്കെ ആദ്യം പോയി ക്യൂവിൽ തന്നെ നിന്നോളൂ,
ഒന്ന് അമ്മേനെ മാത്രം എങ്ങനെയെങ്കിലും തൊഴിപ്പിച്ചാൽ മതി. അപ്പോൾ അയ്യോ അമ്മേൻ്റെ ഒന്നും റിസ്ക് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഒരാൾക്കാർക്കെങ്കിലും കൂടെ പോകാം. ഞാൻ വിചാരിച്ചു അപ്പം തന്നെ അതിനു മുമ്പേ ഞാൻ പറഞ്ഞു അമ്മയോട് അയ്യപ്പനെയാണെങ്കിലും നന്നായി തൊഴുതോ അമ്മ, അയ്യപ്പനെ കണ്ടാത് സമാധാനിക്കുക, ഇന്നിനിപ്പോൾ പോകാൻ പറ്റും തോന്നില്ല എന്നെല്ലാം പറഞ്ഞു. മെല്ലന അതായത് ആ അമ്മ അവിടെ അമ്മേൻ്റെ അടുക്ക വന്ന് ഇരുന്ന അവരാരാന്നൊന്നും നമുക്കറിയില്ല. ഇവിടെ നമ്മളോട് കണിഞ്ഞ് പറഞ്ഞത് എന്താ വെച്ചാൽ പിന്നെ അങ്ങനെ ഒരാളെ അവിടെ നിന്ന് വിട്ടിട്ടുമില്ല. സഡൻ അതിപ്പം പറയുമ്പം തന്നെ എനിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഇതിൻ്റെ ഇതെന്ന്. ഞാൻ മെല്ലൻ അമ്മേനെ നടത്തി അതായത് പോയവർക്കെല്ലാം അറിയാം, തെക്ക് ഭാഗത്ത് അയ്യപ്പൻ്റെ താഴെയായിട്ട് നടേൻ്റെ അടുക്കേന്ന് അമ്മേനെ അവർ കയറ്റാൻ ഒരു അനുവാദം തന്നു. ഈ സമയം തന്നെ ഞാൻ മനസ്സിലാക്കി അവിടെ കൃഷ്ണൻ വന്നു കഴിഞ്ഞു. അമ്മക്കുള്ള പെർമിഷൻ അവൻ വിചാരിച്ചു. അമ്മ അവിടുന്ന് പറഞ്ഞുവല്ലോ, അമ്മേൻ്റെ അടുക്കിരുന്ന അമ്മേനെക്കാട്ടും വയസ്സായ ഒരു അമ്മ പറഞ്ഞു അവൻ വിചാരിക്കണ്ടേ നമ്മൾ ഇന്ന് തൊഴണം എന്ന്. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഞാൻ നിർവൃതി ഇവിടുന്ന് തന്നെ അനുഭവിച്ചു എന്ന് പറയാം. പിന്നെ ഞാൻ എങ്ങനെയാന്ന് അമ്മേനെയും കൊണ്ട് ഉള്ളിൽ പോയേ. എൻ്റെ അടിയത്തി പുറത്ത് നിൽക്കുന്നുണ്ട്, സാരമില്ല നിങ്ങളിത് അമ്മേനെ തൊഴിപ്പിക്കണല്ലേ നമ്മൾ വന്നാൽ, അത് നടന്നോട്ടെ എന്ന് പറഞ്ഞു. അവളിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ഇരിക്കും, ഞങ്ങൾ എങ്ങനെയെങ്കിലും അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരും. അമ്മേനെ ഉള്ളിൽ കൊണ്ടുപോകുന്ന കാണുമ്പം തന്നെ നല്ല തിക്കാണ്. അപ്പോൾ അയ്യപ്പന്മാരൊക്കെ നന്നായിട്ട് സഹകരിച്ചു. അമ്മേൻ്റെ അമ്മ വിചാരിച്ച പോലെ. പിന്നെ ഞാൻ എങ്ങനെയാണ് ഉള്ളിലെത്തിയെന്നൊന്നും അത് ഒരു വാക്കിലൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ ഉള്ളിലെത്തി അമ്മയുടെ പറഞ്ഞു ഒരേ നാമം ജപിച്ചോ, വേറെ ഒന്നുമില്ല, ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ഒരേ വിളിച്ച് നമ്മൾ അകത്ത് പോയപ്പോൾ അമ്മ നടയിലെത്തി. കൃഷ്ണനെ അങ്ങനെ കണ്ടു. കൃഷ്ണനെ കാണുമ്പോഴൊക്കെ പിന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് കണ്ണൊന്നും കാണാൻ കഴിയുന്നില്ല. ഞാൻ ശരിക്കും പറയാം തൊഴാൻ മറന്നു, അമ്മേനെ തോൽപ്പിച്ചല്ലോ എന്നുള്ള നിർവൃതിയിൽ ഞാൻ അങ്ങനെ മറന്നുപോയി എന്ന് വേണ്ടിക്കൽ പറയാം. അപ്പോഴ് കാണാം എന്നോട് അവിടെയും എല്ലാം ഉണ്ട്, ഒരു മനുഷ്യ ഉള്ളവരും കൃഷ്ണൻ്റെ അനുഗ്രഹമുള്ളവരും ഭക്തിസാന്ദ്രമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തൊഴണ്ടേ? അപ്പോൾ എൻ്റെ കണ്ണൊന്നും കാണുന്നില്ല, നിറഞ്ഞിട്ട്. ഞാൻ തൊഴണം അമ്മേനെ കാണിക്കാൻ പറ്റുമല്ലോ ഇന്ന് തന്നെ. അവൻ വിചാരിച്ചുവല്ലോ നമ്മളെ എന്നുള്ളത് തന്നെ എന്നെ വല്ലാത്തൊരു നിർവൃതിയിലേക്ക് കൊണ്ടുപോയി. ഞാനും ഒന്ന് തൊഴുത്, കാരണം എനിക്ക് കാണാനൊന്നും കഴിയുന്നില്ല. ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് നീ നമ്മളെ കൂടെ ഒന്ന് ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അമ്മേനെയും കൊണ്ട് വറക്കുന്ന അമ്മേൻ്റെ കൈയോല പിടിച്ച് ഞങ്ങൾ എങ്ങനെയോ പുറത്തു വന്നു. അങ്ങനെ കൃഷ്ണൻ്റെ കഥകൾ എന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് കൃഷ്ണൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൂടെ തന്നെ ഉണ്ട്, അയാൾ നമ്മൾ അറിയുന്ന സമയം അറിയാത്ത സമയമോ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയാൻ വന്നത്. പിന്നെ അമ്മ പറഞ്ഞു എനിക്കിനി ഒന്നും വേണ്ട, നിങ്ങൾ തൊഴുവോ ക്യൂളിൽ നിൽക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇരുത്തിയാൽ മതി. അമ്മേനെ പിന്നെ ഞങ്ങളെ അപ്പം പോലെ റൂമിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. ഞങ്ങൾ എന്നിട്ട് സാധാരണ ക്യൂവിൽ നിന്ന് 1 മണിക്കൂർ പിന്നെ ഓരോ സമയം 3 മണിക്കൂറിൽ നിന്ന് തൊഴുതു, അത് വേറെ വിഷയം. അങ്ങനെ എന്താണ് നമ്മൾ വിചാരിച്ചിട്ട് പോകുന്നത്, വേറെ ഒന്നും വിചാരിക്കരുത്. അത് അവൻ വിചാരിച്ചാൽ അവൻ നടത്തി തരും എന്നുള്ളതിൻ്റെ വലിയ ഒരു സംഗതിയാണ് എനിക്ക്. അപ്പോൾ ഈ നിർവൃതി എനിക്ക് ഇതാക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ